ഒരു കേസ് വന്നാൽ എന്തോ പുലിവാൽ പിടിക്കും. എത്രയോ കേസുകൾ നമ്മുടെ പേരിൽ വന്നിരിക്കുന്നു. എത്ര കേസ് രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇന്ദിരാഗാന്ധി മൂർത്താബാദെന്ന് വിളിച്ചു. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞാലേ അടിയന്തരാവസ്ഥയിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തത്. രാജ്യദ്രോഹം DIR. എന്നിട്ടെന്തായി? 6 മാസം കഴിഞ്ഞ് ഞങ്ങളെ റിലീസ് ചെയ്തു. എൻ്റെ ഫൈനൽ LLBയുടെ പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ് 1975 ജൂലൈ 1. ആ ദിവസം അറസ്റ്റ് ചെയ്ത് ഓൾ ടിക്കറ്റിൻ്റെ പാക്കറ്റ് കിടപ്പുണ്ട്. ഞാൻ പരീക്ഷ എഴുതാൻ പോയില്ല. എൻ്റെ സമരത്തിനാൻ പോയത്. ഞാൻ, ബേബി, MV ജയകുമാർ, ഞങ്ങൾ 23 പേർ. അന്ന് ഇന്ത്യയിൽ ഒരിടത്തും അടിയന്തരാവസ്ഥക്കെതിരെ യാതൊരു ചലനവും ഉണ്ടായിട്ടില്ല. ആ 7 ദിവസം, 7-ാം ദിവസമായത്. ജൂൺ 25 ഇത് ജൂലൈ 1. ഞങ്ങളാണ് ആദ്യം ഇന്ത്യയിൽ പ്രതിഷേധം നടത്തുന്നത്. ഇത് അമേരിക്കൻ മാസികമായ ടൈം അത് റിപ്പോർട്ട് ചെയ്തു. ടൈം മാസിക അത് റിപ്പോർട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം. ഭയങ്കര മർദ്ദനവും കാര്യങ്ങളും. അടിയന്തരാവസ്ഥയല്ലേ, അതൊക്കെ നമ്മൾ കണ്ടതല്ലേ. പിന്നെ ഇപ്പോൾ ഇവരൊരു കേസെടുത്തെന്നും പറഞ്ഞിട്ട് ഞാനെന്തിനാണ് അതിനെപ്പറ്റി ബേജാറാവുന്നത്? അതെ, അത് പ്രസംഗമാണ്. അതായത് ഒരു കാര്യം നെഗറ്റീവായി പറഞ്ഞ് പോസിറ്റീവായി എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രസംഗ തന്ത്രമുണ്ട്. അതൊന്നും പോലീസുകാർക്ക് അറിയില്ലായിരിക്കും. അത് അവിടുത്തെ SP-യോട് ചോദിച്ചു. അത് നിങ്ങൾ ആ SP-യോട് കണ്ട് ചോദിച്ചു എന്താണ് അടുത്താണ്, അല്ല ഡിസ്ട്രിക്ട് കളക്ടറോട് ചോദിച്ചു. ഞാൻ ഇല്ലില്ല, പാർട്ടി അങ്ങനെ ചെയ്യുന്ന ഒരു തോന്നലും ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ സംഭവമില്ല. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, ഒരാളുടെ സഹായം തേടിയിട്ടില്ല, ഒരു പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, ആരുടെ സഹായം ഞാൻ തേടിയിട്ടില്ല. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ പലരും വിളിച്ചു. അഭിഭാഷകർ മൊത്തം എനിക്ക് പിന്തുണയാണ്. പാർട്ടിയിൽ ആരും എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആരെയും വിളിച്ചില്ല, പിന്നെന്തിനാ എന്നെ വിളിക്കുന്നു? അഭിഭാഷക സമൂഹം കേരളം മൊത്തം എനിക്ക് നല്ല പിന്തുണയാണ്. ജസ്റ്റിസ് കമാൽ പാഷ വരെ പറഞ്ഞത് അസംബന്ധമാണ്, നിലനിൽക്കത്തില്ല. ഒരു ജഡ്ജിയല്ലേ അത്. എല്ലാവരും വിമർശിക്കുന്ന ആളാണല്ലോ പൊതുവെ. അതും അങ്ങനെയാണല്ലോ പറഞ്ഞത്. കള്ളത്തെളിവ് ഉണ്ടാക്കാൻ അല്ല എന്ത് ചെയ്യാൻ പറ്റും? കള്ളത്തെളിവ് ഉണ്ടാക്കണ്ടേ? അതാ പോലീസ് പുലിവാല് പിടിച്ചതെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ ഗൂഢാലോചനയിലൊന്നും പങ്കെടുക്കാറില്ല. എനിക്കറിയത്തില്ല. എന്തായാലും നല്ല ആലോചനയല്ല, ഗൂഢമായ ആലോചനയല്ലെങ്കിൽ നല്ല ആലോചനയല്ല. നല്ല ആലോചന ഉണ്ടെങ്കിൽ ഇങ്ങനൊരു FIR ഉണ്ടാക്കാൻ. ഞാൻ ഒറ്റ പ്രതിയേ ഉള്ളൂ. FIR ഇതാണ്, ഒറ്റ പ്രതി, കുറ്റവാളി. ഞാനിങ്ങനെ കേരളത്തിലെ ഏകദേശം ഒരു നിയോജക മണ്ഡലത്തിലൊരു നിയർലി 600 മുതൽ അസംബ്ലിയില്ല ഒരു 1000 വരെ പോസ്റ്റ് വോട്ട് മാക്സിമം കാണും. ഒരു പാർലമെൻറ്റിൽ ഒരു 5000 7000 വരെ കാണും. അപ്പോൾ 1 ലക്ഷം അല്ലെ 1.5 ലക്ഷം പോസ്റ്റ് ബാലറ്റൊന്ന് വോട്ടിക്കുക കേരളത്തിൽ. ഞാനെല്ലാം പോയിരുന്നു ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ സ്ഥലത്തും പോയിട്ട്. ഇങ്ങനെ എൻ്റെ ജോലി ഇതായിരുന്നു. മനസ്സിലായി? അതെ, അത് ഈ പറയുന്നത് 36 വർഷം മുമ്പ് നടന്നൊരു കേസ് സംഭവം എന്നാണ് പറയുന്നത്. അപ്പൊ സാറിന്റെ പറഞ്ഞത് മാത്രമാണ് ആ കൂടി പോലീസിന് മുമ്പിലുള്ള ഒരു തെളിവെന്ന് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ റോയി, നെഗറ്റീവായ ഒരു കാര്യം പറഞ്ഞ് പോസിറ്റീവായ ഒരു ലക്ഷ്യമാണ്. അതായത് സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് ആണ് വോട്ടെന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തുകയും, ഇത് സർവീസ് അധ്യാപക സംഘടനയിൽപ്പെട്ടവരെ പറ്റി മാത്രമാണ് പറയുന്നത്. അത് പോസ്റ്റിലോട്ട് അവർക്കേ ഉള്ളല്ലോ, അവർക്ക് എല്ലാവർക്കും ഇല്ല, ഡ്യൂട്ടി ഉള്ളവർക്ക് മാത്രം ഇലക്ഷൻ ഡ്യൂട്ടി, അല്ലാത്ത ആൾക്കാർക്കും ഇല്ല നേരിട്ടില്ല. അപ്പോൾ ഇത് വീട്ടിലേക്ക് അയക്കുന്നു. വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് വോട്ട് ചെയ്യുമ്പോൾ വീട്ടുകാരെല്ലാം അറിയുന്നുണ്ട്. അവർ പരസ്പരം ചർച്ച ചെയ്ത് വോട്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്ന ആ സീക്രസി ഇതിനില്ല. സീക്രസി ഉണ്ട്, പക്ഷേ സീക്രസി ലിമിറ്റഡാണ്. മറ്റത് അൺലിമിറ്റഡ് സീക്രസിയാണ്. ഒരു തരത്തിലും അത് അറിയത്തില്ല ആർക്ക് വോട്ട് ചെയ്തെന്ന്. പിന്നെ ഓപ്പൺ വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ വോട്ട് ചെയ്യാൻ കഴിയാത്ത അവശതയുള്ളവർക്ക് വേണ്ടി വേറൊരാളെ കൊണ്ട് വോട്ട് ചെയ്യും. ആ വേറൊരാൾ വോട്ട് ചെയ്താലും അത് അറിയത്തില്ല ആർക്കാം. ഓപ്പൺ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് വളരെ അപൂർവമില്ല. അപ്പോൾ അത് 100% സീക്രസിയാണ്. ഇത് 100% ഇല്ല. പോസ്റ്റലല്ലേ അയക്കുന്ന വോട്ട്, പോളിംഗ് ബൂത്തിൽ പോയി ചെയ്യല്ലല്ലോ.
അപ്പോൾ അത് വോട്ട് ചെയ്ത ആളിൻ്റെ കയ്യിലിരിക്കുന്ന വോട്ടല്ല. അത് എൻ്റെ കയ്യിൽ എങ്ങനെ വരുന്നത്? അത് എൻ്റെ കയ്യിൽ എങ്ങനെ വരും? എന്നെ ആരെങ്കിലും ഏൽപ്പിച്ചോ? അങ്ങനെ ഏൽപ്പിക്കുന്ന കുറ്റകരമല്ലേ വേറൊരാളെ? ഇങ്ങനെ ഒത്തിരി വശങ്ങൾ അവർ ഇത് ചർച്ച ചെയ്യണ്ടേ? ഞാൻ എന്താണ് പ്രസംഗത്തിൽ ഉദ്ദേശിച്ചത് എന്ന് തഹസിൽദാരെ കളക്ടർ അയച്ചു. കളക്ടർ ഡിസ്ട്രിക്ട് ഇലക്ട്രൽ ഓഫീസർ, തഹസിൽദാർ താലൂക്ക് ഇലക്ട്രൽ ഓഫീസർ, 2 മണ്ഡലത്തിൻ്റെ ചാർജാണ്. അദ്ദേഹം 3 പേരോട് 4 പേര് വന്നു. ഞാൻ വളരെ സന്തോഷത്തോടെ സൗഹാർദ്ദമായിട്ട് പറഞ്ഞു, ഇതങ്ങനെ സംഭവമില്ല. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് പരസ്യമായിട്ട് പ്രചരണത്തിലൊക്കെ പങ്കെടുക്കുക, മറ്റുള്ളവരെ കണ്ട് പറയുകയൊക്കെ ചെയ്ത ശേഷം ഇത് രഹസ്യ ബാലറ്റാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്താലെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അവരോട് ഞാൻ അത് NGOമാരുടെ മാത്രം സമ്മേളനമാണ്, വേറെ ആരും അവിടെ ഇല്ല. അവിടെ പോലീസും ഒന്നുമില്ല, ഒരു ലിമിറ്റഡ് ഹാളിലാണ്. ഇത് പബ്ലിക് ഡൊമൈനിലല്ല പറയുന്നത്, അവിടെ പോലീസുകാർ പോലും ഇല്ല. അവിടെയാണിത് പറയുന്നത്, അവരോട് പറയുകയാണ്, അല്ല മറ്റു പബ്ലിക്കിനോടല്ല പറഞ്ഞത്. ഈ ഇങ്ങനെ മാറ്റി ചെയ്യുന്ന ഉള്ള അവിടെ ഇവിടെയുള്ള ഒരു സംഘടനയിൽപ്പെട്ട പൂർവ്വകാല പ്രവർത്തകരോടും പ്രധാന നേതാക്കന്മാരോടുമാണ് പറയുന്നത്. അപ്പോൾ എന്നോട് സ്റ്റേജിൽ നിന്ന് പറയുകയും ചെയ്തു, ഇങ്ങനത്തെ ആരോപണമുണ്ട് സാറേ, കുറേ കാലമായി, സാറൊന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ടേ പറ്റി. ആ പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് എൻ്റെ ഓർമ്മ. അതിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. അപ്പം ഞാനിത് പറഞ്ഞു, ആരും അറിയത്തില്ലെന്ന് ധരിക്കണ്ട, ഇതൊക്കെ പൊട്ടിച്ച് ആവശ്യമായിട്ടുള്ള ഭേദഗതി വരുത്താനുണ്ടോയെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം എല്ലാവരും ചിരിച്ചോണ്ടാണ്, ഞാനും ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അങ്ങനൊരു സംഭവമില്ല എന്ന് ഞാൻ പിന്നീട് പറഞ്ഞു. വേണ്ട, ഞങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെ പരിപാടിയില്ല എന്ന് ജില്ലാ സെക്രട്ടറി നാസർ പറഞ്ഞല്ലേ, സ്ഥാനാർത്ഥിയായ ദേവദാസ് പറഞ്ഞല്ലേ, ഇങ്ങനൊരു സംഭവം എനിക്ക് വേണ്ടി ആരും ചെയ്തിട്ടില്ല. പിന്നെ എന്താ വേണ്ടത്? നീ എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ പറഞ്ഞു, ഇവർക്ക് ഇനി എന്ത് തെളിവാണ് വേണം? ആരുടെ ഈ ഇവരൊന്നും പറഞ്ഞത് ഉത്തരവാദിത്വം ഇല്ലാതെയാണോ? പ്രതിപക്ഷം പറയുന്നത് സാറിനെപ്പോലുള്ള സത്യസന്ധനായ ഒരു നേതാവ് ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും എന്ന രീതിയിലാണ് പ്രതിപക്ഷം പോലും അത് പറയുന്നത്. പ്രതിപക്ഷം പറയുന്നത് എൻ്റെ നിഷ്കളങ്കതയാണെന്നാണ്. പക്ഷെ പ്രതിപക്ഷം അത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ നേട്ടവർക്ക് ഉണ്ടാകാൻ പോണില്ല. ഇതിൻ്റെ പേരിലൊന്നും ഒരു വോട്ടും കിട്ടത്തില്ല. ഇന്നലത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽപ്പെട്ടവർ നടത്തുന്ന പത്രമാണ് മാധ്യമം. ന്യൂനപക്ഷക്കാർ മാത്രമല്ല വായിക്കും, ന്യൂനപക്ഷ പത്രമല്ല, ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ നടത്തുന്ന പത്രമെന്ന് ഞാൻ പറയാം. അവരുടെ എഡിറ്റോറിയൽ പേജിൽ വലിയ ആർട്ടിക്കിളുണ്ട്. ഞാൻ ജി സുധാകരനെ ആരാണ് വിശ്വസിക്കുക? വലിയ ആർട്ടിക്കിളാണ്, ഹാഫ് പേജാണ്. അതിനകത്തൊരു വാക്ക് പറഞ്ഞു, സുധാകരൻ ആദ്യം പറഞ്ഞതും തിരുത്തി പറഞ്ഞതും ജനം വിശ്വസിക്കുന്നു. അപ്പോൾ തിരുത്തി പറഞ്ഞതും ജനം വിശ്വസിച്ചു. പിന്നെന്തോ? പ്രസിദ്ധ പത്രപ്രവർത്തകനായിട്ടുള്ള വയലാർ ഗോപകുമാർ എഴുതിയത്, മനസ്സിലായോ? ഇതൊന്നും ആരും വിശ്വസിക്കില്ല, ഈ പ്രചരണ വേലയൊന്നും. ഇതുകൊണ്ടൊന്നും CPM ഒരു ഉപദ്രവം ഉണ്ടാകാൻ പോണില്ല. CPM പ്രശസ്തി വർദ്ധിക്കേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. ഗോവിന്ദമാഷ എന്താ പറഞ്ഞ്, സുധാകരൻ 2ാമത് പറഞ്ഞിടത്താണ് പാർട്ടി നിൽക്കുന്നത്. അതായത് ഞാൻ കടക്കരപ്പള്ളി പറഞ്ഞത് ചെയ്തിട്ടില്ല. കേസ് പിന്നെ സുധാകരൻ നടന്നു. ഞാൻ ഗോവിന്ദമാഷയുടെ സഹായമോ ആരുടെ സഹായം ചോദിച്ചില്ലല്ലോ. കേസിലെന്താ സഹായം? കോടതി വക്കീലിനെ വെച്ച് വാദിക്കാതിരിക്കുകയോ ചെയ്യുക. അപ്പോൾ ഗോവിന്ദമാഷ പറഞ്ഞത് പൂർണ്ണമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാം. പിന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ പൊതുവെ എല്ലാവരോടും പറയും, എന്നോട് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഞാൻ ശ്രദ്ധിച്ചതല്ലേ ഞാൻ സംസാരിച്ചത്. നെഗറ്റീവായൊരു കാര്യം പറഞ്ഞ് പോസിറ്റീവായ ഇഫക്റ്റിന് വേണ്ടി പറഞ്ഞ, വേറെ മേലെ ആരും ഇത് ചെയ്യരുത്, ഇതിനു വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് വേണ്ടിയല്ല, ഇടതുപക്ഷത്ത് മത്സരിക്കുന്ന എല്ലാവർക്കും മുഴുവൻ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ടിയല്ല. മറ്റുള്ളവർക്കായി ഉഴാനും നടാനും കറ്റ കുയ്യാനും മെതിക്കുവാനും വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ, മനസ്സിലായില്ലേ? ചില ആളുകളൊക്കെ ഇങ്ങനെ പലതും പറയുന്നു. ഞാനിവിടെ 20 വർഷം MLA ആയത്, 10 വർഷം മന്ത്രി. ഞാൻ എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയോ? എന്തെങ്കിലും മുൻകിട ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ പോയോ? ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും വിവരക്കേട് കാണിച്ചോ? വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പാടുന്ന പോലെ പറയുന്നതാണ് സുധാകരൻ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതുകൊണ്ടാണ് എന്നെ എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണോ മാധ്യമം ഞാൻ എഴുതിയത്. അപ്പോൾ അങ്ങനെ പറയുന്നവരുടെ സംസ്കാരവും അവരുടെ ധാരണക്കുറവും അവരെത്രമാത്രം താഴേക്കാണ് വീഴുന്നതെന്ന് അവരവർ പരിശോധിച്ചാൽ മതി. അത് ഇരിക്കട്ടെ. അതെ അത് ഞാൻ പറഞ്ഞു, അതൊക്കെ കണ്ടു. ഞാൻ മറുപടി ഒന്നും പറയേണ്ട കാര്യം എനിക്കില്ല. അതൊന്നും മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. അങ്ങനെ
ഒരു പാർട്ടി പ്രവർത്തകനെതിരെ വേറൊരു പാർട്ടി പ്രവർത്തകൻ പോസ്റ്റ് ഇടുന്ന രീതി തന്നെ നമ്മുടെ പാർട്ടിയിലില്ല. ഒരു വിമർശനമല്ല, ഒരു ആക്ഷേപമാണത്. വിമർശനമൊക്കെ പറയാം. ഇപ്പോൾ കുഞ്ഞൻ തമ്പിയാർ സ്മാരകത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, അതെന്താ പറയാം, അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, അങ്ങനെ പറയാമല്ലോ. അതല്ലല്ലോ പറഞ്ഞേക്കുന്നത്. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട്, മറ്റത് കണ്ടാലും പഠിക്കില്ല, കൊണ്ടാലും എന്തീ പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കൊള്ളുന്നതിൽ എന്തൊരു സന്തോഷമാണ്. എന്തൊരു ഇതൊക്കെ പാർട്ടിയിലാരും ഇത് പറയാം, വേറെ ആരും കേരളത്തിൽ പറഞ്ഞില്ലല്ലോ, ആരും പറഞ്ഞില്ല. അപ്പം അത് പറഞ്ഞ ആളിൻ്റെ കാഴ്ചപ്പാടുകളാണ്. അദ്ദേഹം ഏത് പ്രത്യയശാസ്ത്രമാണ് ഉന്നയിക്കുന്നതെന്നുള്ളതാണ് അതിനകത്ത്. അതൊക്കെ പരിശോധിച്ചാൽ മതി. പരിശോധിക്കേണ്ടത് പരിശോധിച്ചാൽ അവർക്ക് കൊള്ളാം. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും പറയാനില്ല. എനിക്കറിയില്ല. ഇപ്പോൾ മലയാള മനോരമ പറയുന്നത് എന്നെ തിരുത്തണമെന്നാണ്. ഇന്നലെ മലയാള മനോരമ റിപ്പോർട്ടിൽ മലയാള മനോരമയ്ക്ക് എന്നെ തിരുത്തണമെന്ന് പറയേണ്ട കാര്യം എന്താ? മലയാള മനോരമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചീഫ് എഡിറ്ററില്ലേ? ആലപ്പുഴ ലേഖനം എഴുതിയല്ലേ, ആലപ്പുഴ ബ്യൂറോ എഴുതിയല്ലേ, അല്ലാതെ ചീഫ് എഡിറ്റർ എഴുതിയല്ലോ. അതിൻ്റെ ഔദ്യോഗിക നയവുമായിട്ട് അതിന് ബന്ധമില്ലല്ലോ. ഇവിടുന്ന് എഴുതുകയല്ലേ. ഈ സുധാകരനെ തിരുത്തണം മലയാള മനോരമ ഇന്നലെ ഫ്രണ്ട് പേജിൽ. എന്തിനാ ഇത് പറയേണ്ട കാര്യം? മലയാള മനോരമയുടെ ആലപ്പുഴ ബ്യൂറോയ്ക്ക് എന്താ കാര്യം? എന്ന് ഞാൻ സാക്കിർ ഹുസൈനോട് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങളിപ്പോൾ പാർട്ടി ചേർന്നോ? നിങ്ങൾ CPM ചേർന്നെന്ന് തോന്നുന്നല്ലോ ഇത് കേട്ടാൽ. ദേശാഭിമാനി പോലും ചോദിക്കാത്ത ചോദ്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ചിലരുടെ വോയിസായി, ചിലരുടെ നാവായി മനോരമയിലെ ലേഖകന്മാർ പ്രവർത്തിക്കുന്നു എന്ന് ഉദാഹരണമാണത്. ബ്യൂറോ അത് കണ്ണടച്ച് അംഗീകരിക്കുന്നു. അറിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം അതേപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. വൈരാഗ്യം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവും ഞങ്ങൾ തമ്മിലില്ല, ഒന്നുമില്ല. അത് സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്നേവരെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളത്തെ കാര്യം എനിക്കറിയില്ല. ഇല്ല, മുൻകൂർ അപേക്ഷയില്ല. അതിൻ്റെ യാതൊരു ആവശ്യവും എനിക്കല്ല. ഞാൻ തെറ്റ് ചെയ്യാത്ത ആൾ മുൻകൂർ അപേക്ഷയ്ക്ക് പോവില്ല. ഞാനിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വരാൻ കാത്തിരിക്കുക. തെറുതി പിടിക്കാതെ ഞാൻ പോലീസ്, കാരണം ഞാൻ എൻ്റെ ഒരു പ്രതിയല്ലേ ഉള്ളൂ, നോൺ ബെയിലബിൾ അല്ലേ. അപ്പോൾ അവർ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് ഞാൻ കാത്തിരിക്കുക. ഏത് സമയത്തും ജയിലിൽ പോകാൻ തയ്യാറാണ്. ഏത് കുറ്റത്തിനാണെന്ന് അവർ കോടതി പറയട്ടെ, ഞാൻ അവിടെ പറഞ്ഞോളാം. പോലീസ് ഒന്നും എന്നോട് പറയണ്ട. ഞാൻ അവരോടൊന്നും ചോദിച്ചില്ലല്ലോ. ഞാനൊരു കോൺസ്റ്റബിളിനെ പോലും കണ്ടില്ല. എനിക്കൊക്കെ ഒത്തിരി സ്വാധീനമുണ്ട്. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു പാർട്ടി നേതാവിനെയും വിളിക്കാൻ പോയില്ല, ഇടപെടണമെന്ന് പറഞ്ഞില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് വേറൊരു ഉദ്ദേശത്തിലാണ്. ഷേക്സ്പിയറുടെ പ്രസിദ്ധമായിട്ടുള്ള നാടകത്തിൽ ജൂലിയസ് സീസറിലാണ് മാർക്ക് ആന്റണി എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു കഥാപാത്രമുണ്ട്. നിങ്ങൾ പലരും പ്രസംഗത്തിൽ മാർക്ക് ആന്റണിയെ ഉദ്ധരിച്ചിട്ടുണ്ടാകും. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോസിറ്റീവ് പറഞ്ഞ് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. ഞാനിവിടെ നെഗറ്റീവ് പറഞ്ഞ് ഒരു പോസിറ്റീവ്. എന്താ അദ്ദേഹം പറഞ്ഞ്? സീസറുടെ റോമ ഭരണാധികാരിയായ സീസറെ റോമിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ സെനറ്റർമാരെല്ലാം ചേർന്ന് കുത്തി മലർത്തി അദ്ദേഹം ആ പടവുകൾ കടന്ന് മരിക്കുക. അവസാനം കുത്തിയത് ഏറ്റവും അടുത്ത സുഹൃത്തായ ബ്രൂട്ടസാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ബ്രൂട്ടസാണ് കടാരുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എറ്റി ബ്രൂട്ടേ, നീയും ബ്രൂട്ടസോ എന്ന് ചോദിച്ചു. ഇത് ലോകപ്രസിദ്ധമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിൽ മാർക്ക് ആന്റണിയുടെ പ്രസംഗമുണ്ട്. ഐ കം ഹിയർ നോട്ട് ടു പ്രൈസ് സീസർ ബട്ട് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്താനല്ല വന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങ് പുകഴ്ത്തുക. പിന്നെ പുകഴ്ത്താനല്ല വന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങ് പുകഴ്ത്തുക. എന്നിട്ട് സീസറുടെ അനുഭാവികളായ സദസ്യരെ മൊത്തം ഇനി കയ്യിലെടുത്തു. അവസാനം പുള്ളി പ്രസംഗിച്ച് സീസറുടെ ഏകാധിപത്യമെല്ലാം പ്രസംഗിച്ച്, കൊന്നവർക്കെതിരായി പ്രസംഗിച്ച്, ആളുകൾ ജനക്കൂട്ടമാകെ വയലൻ്റായി സീസറെ കൊന്നവരെ അന്വേഷിച്ച് നടക്കുക. അപ്പോൾ ഇങ്ങനെ ജനക്കൂട്ടം ആർത്ത് തെരുവീതിയെ കൂടി സീസറെ കൊന്ന ആളുകളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ കാഷ്യസ് എന്ന് പറയുന്ന ഒരു കവി ഇങ്ങനെ ഒരു കടലാസ് കവിച്ചുകൊണ്ട് വരുന്നു. അയാളെ കയറി പിടിച്ചു. അയ്യോ, ഞാൻ കവി കാഷ്യസാണ്, നീ കവിത എഴുതുമല്ലേ, അതാണ് നിന്റെ കുറ്റമെന്ന് പറഞ്ഞാൽ കാര്യം വലിച്ചെറിയ കൊല്ലുകയാണ്. അപ്പോൾ മാർക്ക് ആന്റണിയുടെ പ്രസംഗമുണ്ട്. ഒന്ന് പറഞ്ഞ് വിപരീതാർത്ഥം ഉണ്ടാക്കുക. മനസ്സിലായോ? ബ്രൂട്ടസിനെ കൊന്നതിൽ അയാൾക്ക് യാതൊരു വിഷമവുമില്ല. ബ്രൂട്ടസിൻ്റെ കുറേ കുഴപ്പങ്ങൾ അയാൾ പറയുന്നു. ബ്രൂട്ടസിൻ്റെ അല്ല, സീസറുടെ. എന്നിട്ട് അവസാനം സീസറെ പുകഴ്ത്തി ഈ അനുയായികളെ ആവേശം കൊള്ളിച്ച് അവരെ കൊണ്ട് കൊലപാതകം നടത്തി. ഞാനിവിടെ തിരിച്ചാണ് ചെയ്തത്. നെഗറ്റീവായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ, ചെയ്ത് നല്ല ചെയ്യും. ഞങ്ങളെന്നേ പറഞ്ഞുള്ളൂ, ഞാൻ ചെയ്തതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട്
തിരുത്തി വോട്ട് ചെയ്താൽ അറിയത്തില്ല എന്ന് ധരിക്കുക. എല്ലാവരോടും ചിരിച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളത് ചെയ്യരുതെന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ്. അത് എല്ലാവർക്കും അറിയാം, ഏത് കൊച്ചുകുഞ്ഞിനും ഇപ്പോൾ അറിയാം. അതിനകത്ത് യാതൊരു ആശയക്കുഴപ്പമില്ല. ഇത് പാർട്ടിക്കെതിരെ വലിയ ആയുധമാക്കാൻ ശ്രമിക്കുന്നത്. എന്തോന്നായുധ ഇത്? ഒരു ചുള്ളിക്കമ്പ് പോലും അല്ലത്. വെറുതെ പാർട്ടിക്കെതിരെ ഒരു ആയുധമില്ല. പാർട്ടി നേരെ പ്രവർത്തിച്ചാൽ പാർട്ടി കയറി വരും. അതൊക്കെ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൻ്റെയും പ്രവർത്തനം പോലെ ഇരിക്കും. അങ്ങനെയാ പ്രവർത്തിച്ചാണ് ജയിക്കുന്നത്. നല്ല നല്ല നയങ്ങളും പറയണം. അങ്ങനെ ആ പാർട്ടി എപ്പോഴും ജയിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ പ്രവർത്തിച്ചാൽ ജയിക്കാനും കഴിയും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും അതിൻ്റെ ഒരു ചെറിയ പാർട്ട് നിർവഹിക്കും.